സ്റ്റുഡൻസ്, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓബ്ജക്ട്സിൻ്റെ സ്പീഡ് എന്താണ് എന്ന് മനസ്സിലാക്കി. സ്പീഡ് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. അതായത് ഓരോ സെക്കൻഡിലും ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസിനെയാണ് സ്പീഡ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നു. സ്പീഡ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിൻ്റെ മൂവ് ചെയ്യാനുള്ള അതിൻ്റെ എഫിഷ്യൻസിയെ കാണിക്കുന്ന ഒരു ക്വാണ്ടിറ്റിയാണ്. രണ്ട് ഓബ്ജക്ട്സിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ അതിൽ സ്പീഡ് കൂടുതലുള്ള ഓബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും ട്രാവൽ ചെയ്യുന്നത് ഒരേ ഡിസ്റ്റൻസ് ആണെങ്കിൽ ആ സെയിം ഡിസ്റ്റൻസ് കുറഞ്ഞ സമയം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാണ് സ്പീഡ് കൂടുതൽ എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഇവിടെ ഈ കുട്ടി എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4 മീറ്റർ ട്രാവൽ ചെയ്ത് ബി എന്ന പോയിന്റിലെത്തുന്നു. ബി എന്ന് പറയുന്നത് എക്ക് നോർത്ത് ഡയറക്ഷനിലാണ്. നമ്മൾ ഇന്ത്യയുടെ ഒക്കെ മാപ്പ് മനസ്സിൽ കണ്ടാൽ മതി ഡയറക്ഷൻസ് കാണാനായിട്ട്. അപ്പോൾ അതിൻ്റെ അപ്പർ ഡയറക്ഷനിൽ നോർത്താണ്, ഇനി റൈറ്റിലേക്ക് വരുമ്പോൾ ഈസ്റ്റാണ്. ഇപ്പോൾ ബിയിൽ നിന്ന് സിയിലേക്ക്, അതായത് ഈസ്റ്റിലേക്ക് 3 മീറ്റർ ട്രാവൽ ചെയ്ത് സിയിലെത്തുന്നു. അപ്പോൾ ഈ കുട്ടി ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് 4 + 3 7 മീറ്ററാണ്. അതിനുവേണ്ടി ഈ കുട്ടി എടുക്കുന്ന ടൈം 2 സെക്കൻഡ് ആണെന്ന് വിചാരിക്കുക. സോ വാട്ട് ഈസ് ഈ സ്പീഡ്? നമുക്ക് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാം. സ്പീഡ് ഈസ് ടോട്ടൽ ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം. ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഇൻ ദിസ് കേസ് ഈസ് 7 meter and the total time taken is 2 seconds. So the speed is 7/2, that is 3.5 meter per second. അപ്പോൾ ഈ കുട്ടിയുടെ സ്പീഡ് 3.5 meter per second എന്ന് നമുക്ക് കിട്ടി. അതിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്കറിയാം. 1 സെക്കൻഡിൽ ഈ കുട്ടി 3.5 മീറ്റർ ട്രാവൽ ചെയ്യുന്നു. അങ്ങനെ ടോട്ടൽ 2 സെക്കൻഡ് കൊണ്ട് 7 മീറ്റർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഈ സെയിം കേസിൽ നമ്മളിപ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് പറഞ്ഞു 7 മീറ്റർ ട്രാവൽ ചെയ്ത് എയിൽ നിന്ന് സിയിലെത്തിയെന്ന്. ഇനി ഈ കുട്ടിയുടെ ഇനിഷ്യൽ പോയിൻറ്റും എയും അതുപോലെ ഫൈനൽ പോയിൻ്റായ സിയും മാത്രം കൺസിഡർ ചെയ്തുകൊണ്ട് ഇനിഷ്യൽ പോയിന്റിൽ നിന്ന് ഫൈനൽ പോയിന്റിലേക്കുള്ള ഡയറക്ഷനിൽ ഈ കുട്ടിക്കുണ്ടായ പൊസിഷനിലുള്ള ചേഞ്ച് മെഷർ ചെയ്താൽ 5 മീറ്ററാണ് എന്ന് കാണും. ഈ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ, അതായത് എയിൽ നിന്ന് സിയിലേക്കുള്ള ഈ സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഈ ഡയറക്ഷനിലുണ്ടായ പൊസിഷനിലുണ്ടായ ചേഞ്ച് 5 മീറ്റർ എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. കുട്ടി യഥാർത്ഥത്തിൽ ഈ പാത്തിൽ കൂടിയല്ല ട്രാവൽ ചെയ്യുന്നത്. കുട്ടി ട്രാവൽ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കും ബിയിൽ നിന്ന് സിയിലേക്കുമാണ്. അതിന് വേണ്ടി വരുന്ന ടൈം 2 സെക്കൻഡാണ്. പക്ഷെ കുട്ടിയുടെ ഡിസ്പ്ലേസ്മെൻറ്റ് 5 മീറ്ററും അതിന് എടുക്കുന്ന ടൈം 2 സെക്കൻഡുമാണ്. എങ്കിൽ 1 സെക്കൻഡിൽ ഉണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റ് ഇൻ 1 സെക്കൻഡ് കിട്ടാനായിട്ട് ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5/2 = 2.5 meter per second എന്ന് കിട്ടും. ഡിസ്പ്ലേസ്മെൻറ്റ് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അതിൻ്റെ ഡയറക്ഷനോടെ നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ, ഇവിടെ ഈ ഡയറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു എയുടെ നോർത്തിലായിട്ടാണ് ബി വരിക, ബിയുടെ ഈസ്റ്റ് ഡയറക്ഷനിലാണ് സി. അപ്പോൾ എയിൽ നിന്ന് സിയിലേക്കുള്ള ഡയറക്ഷൻ എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ഈ കുട്ടിക്ക് ഓരോ സെക്കൻഡിലും ഉണ്ടായ ഡിസ്പ്ലേസ്മെൻറ്റ് 2.5 മീറ്റർ ആണ്. ആൻഡ് ദ ഡയറക്ഷൻ ഈസ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ എന്ന് നമുക്ക് കിട്ടും. അതായത് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷനിൽ 1 സെക്കൻഡിൽ 2.5 മീറ്റർ, അടുത്ത സെക്കൻഡിൽ 2.5 മീറ്റർ, അങ്ങനെ ടോട്ടൽ 5 മീറ്റർ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടാക്കുന്നു എന്നാണ് മീൻ ചെയ്യുക. അപ്പോൾ ഈ കിട്ടിയ ഈ 2.5 meter per second എന്നുള്ള ക്വാണ്ടിറ്റി അതിൻ്റെ ഡയറക്ഷനും കൂടി സ്പെസിഫൈ ചെയ്ത് പറയുന്ന ഒരു പുതിയ ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് നമ്മൾ വെലോസിറ്റി എന്നതുകൊണ്ട് മീൻ ചെയ്യുന്നത്. സോ വെലോസിറ്റി ഈസ് the displacement of an object in unit time, and we can calculate velocity as displacement by time.
അപ്പോൾ ഈ കേസിൽ ഈ കുട്ടിയുടെ വെലോസിറ്റി എന്ന് പറയുന്നത് 2.5 മീറ്റർ പെർ സെക്കൻഡ് ആണ് എലോങ് നോർത്ത് ഈസ്റ്റ് ഡയറക്ഷൻ. നമുക്ക് മറ്റൊരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. ഇവിടെ ഒരു സർക്കുലർ മോഷനാണ് നമുക്ക് തന്നിരിക്കുക. ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് എയിൽ നിന്ന് ബിയിലേക്കാണ്. ഈ സെമി സർക്കുലർ പാത്താണത് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഈ സർക്കിളിൻ്റെ റേഡിയസ് 7 മീറ്റർ എന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒബ്ജക്റ്റിനുണ്ടായ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്ത ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സെമി സർക്കുലർ പാത്തിൻ്റെ ലെങ്താണ്. അതായത് ഈ സർക്കിളിൻ്റെ പെരിമീറ്ററിൻ്റെ ഹാഫാണ്. ദാറ്റ് ഈസ് πr. സർക്കിളിൻ്റെ പെരിമീറ്റർ 2πr. ഇപ്പോൾ സെമി സർക്കുലർ പാത്തിൻ്റെ പെരിമീറ്റർ πr. 7 മീറ്റർ. അപ്പോൾ 7 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7. അങ്ങനെ കാൽക്കുലേറ്റ് നമുക്ക് 22 മീറ്റർ എന്നാണ് ഒബ്ജക്റ്റ് എയിൽ നിന്ന് ബിയിലേക്ക് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് കിട്ടുക. അതിനടുത്ത് ടൈം 2 സെക്കൻഡാണെന്ന് വിചാരിക്കാം. So what is the speed of the object? The speed in this case is 22/2, that is 11 meter per second. പക്ഷേ ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് നമ്മളെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? നിങ്ങൾക്കറിയാം, ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ഇനിഷ്യൽ പോയിൻ്റായ എയിൽ നിന്ന് ഫൈനൽ പോയിൻ്റായ ബിയിലേക്കുള്ള ഈ ഡയറക്ഷനിലുള്ള പൊസിഷനുണ്ടായ ചേഞ്ചാണ്. അല്ലെങ്കിൽ അത് എന്ന് പറയുന്നത് എയിൽ നിന്ന് ബിയിലേക്കുള്ള സ്ട്രേറ്റ് ലൈൻ ഡിസ്റ്റൻസിന് തുല്യമാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ഡയമീറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദാറ്റ് ഈസ് 2r. So the displacement is 2r, that is 2 into 7 equal to 14 meter. അതിന് പക്ഷേ ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നത് ഈ പാത്തിലല്ല, എയിൽ നിന്ന് ഈ പാത്തിൽ തന്നെയാണ്. അത് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം 2 സെക്കൻഡ് തന്നെയാണ്. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി നമുക്ക് നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത പോലെ കാൽക്കുലേറ്റ് ചെയ്യാം. ഡിസ്പ്ലേസ്മെൻറ്റിനെ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിസ്പ്ലേസ്മെൻറ്റ് 14 മീറ്റർ ബൈ ടൈം 2. So we'll get the velocity as 7 meter per second in A to B direction. ഇപ്പോൾ ഈ സെയിം ജേർണിയിൽ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 11 മീറ്റർ പെർ സെക്കൻഡാണ്. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് 7 മീറ്റർ പെർ സെക്കൻഡ് അലോങ് A to B ഡയറക്ഷൻ. അതുപോലെ മറ്റൊരു എക്സാമ്പിൾ കൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. ഇവിടെ ഓബ്ജക്റ്റ് ഒരു സർക്കുലർ പാത്തിൽ തന്നെയാണ് ട്രാവൽ ചെയ്യുക. എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തുന്നു. എയിൽ നിന്ന് ട്രാവൽ ചെയ്ത് ഈ ഒരു ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തുന്നു ഈ ഒബ്ജക്റ്റ്. ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2πr ആണ്. ഡിസ്റ്റൻസ് ട്രാവൽഡ് 7 മീറ്റർ എന്ന് തന്നെ എടുക്കാം. ഇപ്പോൾ ഡിസ്റ്റൻസ് ട്രാവൽഡ് ഈസ് 2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 7 ഇൻറ്റു പൈയുടെ വാല്യൂ 22/7. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 44 മീറ്റർ എന്ന് കിട്ടും. ഇതിനെടുത്ത ടൈം 4 സെക്കൻഡ് എന്ന് വിചാരിക്കാം. ദെൻ ദ സ്പീഡ് ഓഫ് ദ ഒബ്ജക്റ്റ് ഈസ് ഡിസ്റ്റൻസ് ബൈ ടൈം, ദറ്റ് ഈസ് 44/4, 11 മീറ്റർ പെർ സെക്കൻഡ്. ബട്ട് വാട്ട് ഈസ് ദിസ് വെലോസിറ്റി? ഇവിടെ നിങ്ങൾക്കറിയാം, വെലോസിറ്റി എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ആയിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ ഒബ്ജക്റ്റിൻ്റെ ഡിസ്പ്ലേസ്മെൻറ്റ് എന്താണ്? ഒബ്ജക്റ്റ് എയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് എയിൽ തന്നെ തിരിച്ചെത്തി. So the initial and final point is the same and his displacement is 0. ഡിസ്പ്ലേസ്മെൻറ്റ് 0 ആണെങ്കിൽ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയും 0 തന്നെയായിരിക്കും. ഇപ്പോൾ ഈ കേസിൽ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി 0 ആണ്. പക്ഷേ അതിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 11 മീറ്റർ പെർ സെക്കൻഡ്. ഇപ്പോൾ സ്പീഡും വെലോസിറ്റിയും തമ്മിൽ ഉള്ള ഡിഫറൻസ് നിങ്ങൾക്കിവിടെ മനസ്സിലായി കാണും. അതുപോലെ അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന മെത്തേഡും അതാണ് ഈ ഇൻട്രൊഡക്ഷനിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെഫിനേഷനിലേക്കും കാര്യങ്ങളിലേക്കും പോകാം. വെലോസിറ്റി എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്യുക? നമ്മൾ കണ്ടു, വെലോസിറ്റി എന്ന് പറയുന്നത് ഓബ്ജക്റ്റിന് യൂണിറ്റ് ടൈമിലുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻ്റ് ആണ്.
ഇപ്പോൾ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റും ട്രാവൽ ചെയ്ത ടോട്ടൽ ടൈമും അറിയാമെങ്കിൽ we can calculate velocity as equal to displacement divided by time. യൂണിറ്റ് ടൈമിൽ അല്ലെങ്കിൽ ഒരു സെക്കൻഡിൽ ഓബ്ജക്റ്റ് കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് വെലോസിറ്റി എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ വെലോസിറ്റി, we can calculate velocity as using this equation. Velocity is equal to displacement divided by time, and it can be defined as the rate of change of displacement, or it is the time rate of change of position in a given direction, in a particular direction. വെലോസിറ്റി എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ്, ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റിനെ ടോട്ടൽ ടൈം കൊണ്ട് ഡിവൈഡ് ചെയ്താന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിനെ എസ് എന്നുള്ള സിമ്പിൾ ഉപയോഗിച്ചും ടൈം ടി കൊണ്ടും റെപ്രസെൻ്റ് ചെയ്താൽ we can represent the equation for velocity as v is equal to s by t. അതുപോലെ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ യൂണിറ്റ് നമുക്കറിയാം മീറ്ററാണ്, ടൈമിൻ്റെ യൂണിറ്റ് സെക്കൻഡ്. സോ ദ യൂണിറ്റ് ഓഫ് വെലോസിറ്റി ഈസ് മീറ്റർ പെർ സെക്കൻഡ് ഓർ മീറ്റർ സെക്കൻഡ് റൈസ് ടു -1. ഇനി ഡയമെൻഷൻസ് എഴുതുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ, ടൈമിൻ്റെ ഡയമെൻഷൻ ക്യാപിറ്റൽ ടി. ഇപ്പോൾ വെലോസിറ്റിയുടെ ഡയമെൻഷൻ ക്യാപിറ്റൽ എൽ ബൈ ക്യാപിറ്റൽ ടി എന്ന് വരും. ഈ ബൈ ടി മേളിലേക്ക് വരുമ്പോൾ ടി റൈസ് ടു -1 ആവും. സോ ദ ഡയമെൻഷൻ ഓഫ് വെലോസിറ്റി ഈസ് എൽ റൈസ് ടു 1 ടി റൈസ് ടു -. ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു സ്പീഡ് കോൺസ്റ്റൻ്റ് അല്ലാത്ത കേസുകളിൽ നോൺ യൂണിഫോം മോഷനിലൊക്കെ നമ്മൾ ഓബ്ജക്ട്സിൻ്റെ ആവറേജ് സ്പീഡ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം. അതുപോലെ തന്നെ ഇവിടെയും വെലോസിറ്റി കോൺസ്റ്റൻ്റ് അല്ലാത്ത ഓബ്ജക്റ്റുകളുടെ കേസിൽ നോൺ യൂണിഫോം ആയിട്ടുള്ള വെലോസിറ്റി ഉള്ളപ്പോൾ ഒരു ഒബ്ജക്റ്റിൻ്റെ ആവറേജ് വെലോസിറ്റിയാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടോട്ടൽ ടൈം എന്നുള്ള ഇക്വേഷൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഒബ്ജക്റ്റ് ഉണ്ടാക്കിയ ആകെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റും അതിനടുത്ത് ടോട്ടൽ ടൈമും കൂടി കൺസിഡർ ചെയ്ത് വി ക്യാൻ കാൽക്കുലേറ്റ് ആവറേജ് വെലോസിറ്റി. അതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഓരോ നോൺ യൂണിഫോം മോഷനിലുള്ള ഓബ്ജക്ട്സിൻ്റെ കേസിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും ഓബ്ജക്റ്റിൻ്റെ സ്പീഡ് മാറുന്നതായിട്ട് കണ്ടു. ആ ഓരോ ഇൻസ്റ്റൻറ്റിലുമുള്ള സ്പീഡിനെ നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് സ്പീഡ് എന്ന് പറയും. അതുപോലെ തന്നെ ഓരോ ഒബ്ജക്റ്റിൻ്റെ ഓരോ ഇൻസ്റ്റൻറ്റിലും ഉള്ള വെലോസിറ്റിയാണ് ആ പാർട്ടിക്കിളിൻ്റെ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുക. ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഇസ് ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് എ ഗിവൺ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം. ഇപ്പോൾ ജസ്റ്റ് ഈ ഇക്വേഷൻ ഒന്ന് പഠിക്കാം. ഡെറിവേറ്റീവ്സ് ഒക്കെ എന്താണെന്ന് പറയുമ്പം മനസ്സിലാക്കിക്കോളും നിങ്ങൾക്ക്. ഇപ്പോൾ ഡെൽറ്റ ടി എന്നുള്ള ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലെ എന്ന് പറയുമ്പോൾ നമ്മൾ ടോട്ടൽ ടൈമിനെ ചെറിയ ചെറിയ ടൈം ഇൻ്റർവെൽസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യണം. അതിൽ ആ ചെറിയ ടൈം ഇൻ്റർവെലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് വളരെ ചെറുതാകുന്ന ഒരവസ്ഥയ്ക്കാണ് നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് എന്നുള്ള ഒരു ക്വാണ്ടിറ്റി, ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി ഡിഫൈൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം അങ്ങനെ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0, ഡെൽറ്റ ടിയുടെ വാല്യൂ വളരെ വളരെ ചെറുതായി 0യോട് അടുക്കുന്ന വളരെ ചെറിയൊരു ടൈം ഇൻ്റർവെല്ലിൽ ഒബ്ജക്റ്റിനുണ്ടാകുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഡെൽറ്റ എക്സ് ആണെങ്കിൽ ആ ഡിസ്പ്ലേസ്മെൻറ്റും ആ ടൈം ഇൻ്റർവെലും തമ്മിലുള്ള റേഷ്യോ എടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ക്വാണ്ടിറ്റിയാണ് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് വെലോസിറ്റി എന്ന് പറയുക. മാത്തമാറ്റിക്സിൽ ഈ ലിമിറ്റ് ഡെൽറ്റ ടി ടെൻസ് ടു 0 ഡെൽറ്റ എക്സ് ബൈ ഡെൽറ്റ ടി എന്നുള്ളതിനെ ഡി എക്സ് ബൈ ഡി ടി എന്നെഴുതും. ഇറ്റ് ഇസ് കോൾഡ് ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി. ഡി എക്സ് ബൈ ഡി ടി, ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി. ഇവിടെ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. സോ ഡെറിവേറ്റീവ് ഓഫ് ദ ഡിസ്പ്ലേസ്മെൻറ്റ് വിത്ത് റെസ്പെക്ട് ടു ടൈം gives in the instantaneous velocity of the particle എന്നാണ് വരിക. ഡെറിവേറ്റീവ്സ് നിങ്ങൾക്ക് മാത്സിൽ ക്ലിയർ ആയിട്ട് പഠിക്കാനുണ്ട്, അപ്പോൾ കൂടുതൽ മനസ്സിലായിക്കോളും.
ഇനി ഒരു ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി എന്നുള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായി. ഇനി എല്ലാ ഇൻസ്റ്റൻറ്റിലും ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ഒബ്ജക്റ്റുകളിലെയാണ് നമ്മൾ യൂണിഫോം മോഷനിലുള്ള ഒബ്ജക്ട്സ് എന്ന് പറയുക. യൂണിഫോം വെലോസിറ്റി എന്ന് ഡിനോട്ട് ചെയ്യും. ഇപ്പം ഇവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ കാറ് ലെഫ്റ്റിലേക്ക് 15 മീറ്റർ/സെക്കൻഡ് സ്പീഡിൽ ട്രാവൽ ചെയ്യും. കാറ് ട്രാവൽ ചെയ്യുന്ന സ്ട്രെയിറ്റ് ലൈനിലായിട്ടാണ് കാണിച്ചിരിക്കുക. 15 മീറ്റർ/സെക്കൻഡാണ് അതിൻ്റെ സ്പീഡ്. കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒബ്ജക്റ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒബ്ജക്റ്റിൻ്റെ സ്പീഡ് എല്ലായ്പ്പോഴും സെയിമും അതിൻ്റെ ഡയറക്ഷനും എല്ലായ്പ്പോഴും സെയിമാണ്. അപ്പം അങ്ങനെയുള്ള ഒബ്ജക്ട്സിൻ്റെ വെലോസിറ്റിയും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അങ്ങനെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയോടെയുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ മോഷനെയാണ് നമ്മൾ യൂണിഫോം മോഷൻ എന്നുകൊണ്ട് മീൻ ചെയ്യും. ഈ കാറ് റൈറ്റിലേക്ക് 25 മീറ്റർ/സെക്കൻഡിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് കാണിച്ചാൽ അവിടെയും സ്ട്രെയിറ്റ് ലൈനിലാണ്. അതുപോലെ സ്പീഡ് 25 മീറ്റർ/സെക്കൻഡ് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ the object can be said to be in uniform motion and it has a constant velocity. ഇവിടെ എല്ലാ കേസിലും സ്ട്രെയിറ്റ് ലൈനിൽ ഒബ്ജക്ട്സ് ട്രാവൽ ചെയ്യുന്നതായിട്ടാണ് കാണിച്ചിരിക്കുക. സ്ട്രെയിറ്റ് ലൈനിൽ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒബ്ജക്ട്സ് ട്രാവൽ ചെയ്യുമ്പോൾ അവയുടെ വെലോസിറ്റിയും കോൺസ്റ്റൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. യൂണിഫോം വെലോസിറ്റി എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് കുറച്ചുകൂടി ഇവിടെ ക്ലിയർ ആവുന്നുണ്ട്. ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിൽ തന്നെയാണ് ട്രാവൽ ചെയ്യേണ്ടത്, ഡയറക്ഷൻ മാറാൻ പാടില്ല. അതുപോലെ ഈക്വൽ ടൈം ഇൻ്റർവെല്ലിൽ കവർ ചെയ്യുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് ഈക്വൽ ആയിരിക്കണം. ഇവിടെ ഓരോ 2 സെക്കൻഡിലും 4 മീറ്റർ ഡിസ്റ്റൻസാണ് കവർ ചെയ്യുക. അങ്ങനെ ഈക്വൽ ടൈമിൽ ഈക്വൽ ഡിസ്പ്ലേസ്മെൻറ്റ് കവർ ചെയ്യുകയും ഡയറക്ഷൻ കോൺസ്റ്റൻ്റ് ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിലായിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് ഉള്ളതെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്താൽ, അതായത് 1 സെക്കൻഡിലുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ 4/2, അതായത് 2 മീറ്റർ/സെക്കൻഡ് എന്നാണ് കിട്ടുന്നത്. സോ എ പാർട്ടിക്കിൾ ഹാസ് യൂണിഫോം വെലോസിറ്റി if it makes equal displacement in equal intervals of time. അതിൻ്റെ ഒപ്പം നമ്മൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. വെലോസിറ്റി എന്ന് പറയുന്നവിടെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആണ് ഒരു ഒബ്ജക്റ്റിനുള്ളതെങ്കിൽ അതിൻ്റെ സ്പീഡും കോൺസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ സ്പീഡ് കോൺസ്റ്റൻ്റ് ആയാൽ മാത്രം ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആകണം എന്നില്ല. കാരണം വെലോസിറ്റിക്ക് ഡയറക്ഷൻ കൂടി ഉണ്ട്. ഇപ്പോൾ ഡയറക്ഷനും കൂടി എപ്പോഴും സെയിം ആയിട്ട് നിന്നാൽ മാത്രമേ ആ ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റി കോൺസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഡയറക്ഷൻ മാറാതെ കോൺസ്റ്റൻറ്റ് സ്പീഡിൽ ഒരു ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ആ ഒബ്ജക്റ്റിന് കോൺസ്റ്റൻറ്റ് വെലോസിറ്റിയാണ് ഉള്ളതെന്ന് പറയാം. സോ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി മീൻസ് എ കോൺസ്റ്റൻറ്റ് സ്പീഡ് വിത്തൗട്ട് ചേഞ്ചിങ് ദ ഡയറക്ഷൻ. A particle having uniform speed may not have uniform velocity. ഇപ്പോൾ യൂണിഫോം സ്പീഡും ഉണ്ട്, അല്ലെ കോൺസ്റ്റൻറ്റ് സ്പീഡ് ഉണ്ട് എന്ന് വിചാരിച്ച് ആ ഒബ്ജക്റ്റിന് യൂണിഫോം വെലോസിറ്റി അല്ലെ കോൺസ്റ്റൻറ്റ് വെലോസിറ്റി ആകണമെന്ന് നിർബന്ധം ഇല്ല. സ്പീഡ് കോൺസ്റ്റൻ്റ് ആയിട്ട് മൂവ് ചെയ്യുകയാണെങ്കിൽ പോലും ഡയറക്ഷൻ മാറിയാൽ വെലോസിറ്റിയുടെ വാല്യൂ മാറുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഒന്നുകൂടെ പറയാം. പാർട്ടിക്കിൾ ഹാവിങ് യൂണിഫോം സ്പീഡ് മേ നോട്ട് ഹാവ് എ യൂണിഫോം വെലോസിറ്റി ഇഫ് ദർ ഈസ് എ ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അപ്പം അങ്ങനെയുള്ള കേസിനൊരു എക്സാമ്പിളാണ് യൂണിഫോം സർക്കുലർ മോഷൻ. യൂണിഫോം സർക്കുലർ മോഷൻ എന്ന് പറഞ്ഞാൽ സർക്കുലർ പാത്തിൽ ഒബ്ജക്റ്റ് കോൺസ്റ്റൻറ്റ് സ്പീഡോടുകൂടി ട്രാവൽ ചെയ്യുന്ന കേസാണ്. പക്ഷേ സർക്കുലർ പാത്തിൽ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുമ്പോൾ ഓരോ ഇൻസ്റ്റൻറ്റിലും ആ ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നത് മൂലം ഒബ്ജക്റ്റിൻ്റെ വെലോസിറ്റിയും ഓരോ ഇൻസ്റ്റൻറ്റിലും ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് വെലോസിറ്റി ഈസ് നോട്ട് എ കോൺസ്റ്റൻറ്റ്. സോ ഇറ്റ് ഈസ് നോട്ട് an example for uniform velocity case.
നമുക്കൊരു പ്രോബ്ലം ആണുള്ളത്. എ കാർ ഈസ് മൂവിങ് എലോങ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇറ്റ് മൂവ്സ് ത്രൂ 360 മീറ്റർ ഫ്രം O to P. ഇപ്പോൾ O ഇവിടെയാണെന്ന് വിചാരിക്കുക. പിയിലേക്ക് 360 മീറ്റർ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു അലോങ് പോസിറ്റീവ് എക്സ് ആക്സിസ് ഇൻ 18 സെക്കൻഡ്. ആൻഡ് ദെൻ ബാക്ക് ഫ്രം P to Q. പിയിൽ നിന്ന് തിരിച്ച് ഇടയ്ക്കുള്ള Q എന്ന പോയിന്റ് വരെ 120 മീറ്റർ in 6 seconds. Calculate average velocity and average speed of the car from O to P and from O to P and back to Q. ഇതിൽ നമുക്ക് ആദ്യം എ സെക്ഷൻ കൺസിഡർ ചെയ്യാം. എ സെക്ഷനിൽ O to P കാറ് ട്രാവൽ ചെയ്യുമ്പോൾ ഉള്ള ആവറേജ് വെലോസിറ്റിയും ആവറേജ് സ്പീഡും കാണാനാണ് ക്വസ്റ്റ്യൻ. ആദ്യം നമ്മൾ O to P ഡയറക്ഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. O to P ഡയറക്ഷനിൽ ഓയിൽ നിന്ന് പിയിലേക്ക് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്ന ടോട്ടൽ ഡിസ്റ്റൻസ് 360 മീറ്ററാണ്. അതിന് ഒബ്ജക്റ്റ് എടുക്കുന്ന ടൈം 18 സെക്കൻഡാണ്. സോ യു ക്യാൻ കാൽക്കുലേറ്റ് ദ ആവറേജ് സ്പീഡ് ആസ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. ദാറ്റ് ഈസ് 360 by 18 equal to 20 meter per second. ഇനി ഈ ഒബ്ജക്റ്റിൻ്റെ ഈ ജേർണിയുടെ, അതായത് O to P ജേർണിയുടെ തന്നെ ഡിസ്പ്ലേസ്മെൻറ്റും അതുപോലെ വെലോസിറ്റിയും കണ്ടു നോക്കാം. O to P ഡയറക്ഷനിൽ പോസിറ്റീവ് എക്സ് ഡയറക്ഷനിൽ ട്രാവൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ഡയറക്ഷനിൽ ചേഞ്ച് ഒന്നും ഉണ്ടാകുന്നില്ല. ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈനിലാണ് ട്രാവൽ ചെയ്യുക. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. സോ ഹിസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 360 മീറ്റർ. Time taken is 18 seconds. So his average velocity will be displacement by time, that is equal to 360 by 18, 20 meter per second. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം, ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും ഈക്വലാണ്. അത് ഈക്വൽ ആവുന്നത് എന്തുകൊണ്ടാണ്? സ്ട്രെയിറ്റ് ലൈനിൽ ഒരേ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു. സ്ട്രെയിറ്റ് ലൈനിൽ ട്രാവൽ ചെയ്യുമ്പോൾ ഡിസ്റ്റൻസും ഡിസ്പ്ലേസ്മെൻറ്റും സെയിം ആണ്. അതുപോലെ ടോട്ടൽ ടൈം ടേക്കണും സെയിം ആണ്. ഇപ്പോൾ സ്ട്രെയിറ്റ് ലൈനിലാണ് ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ആ ഒബ്ജക്റ്റിൻ്റെ സ്പീഡും വെലോസിറ്റിയും എപ്പോഴും സെയിം ആയിരിക്കും. ഇനി അടുത്ത എക്സാമ്പിൾ ബി സെക്ഷൻ ഫ്രം O to P ആൻഡ് ബാക്ക് ടു Q. രണ്ടും കൺസിഡർ ചെയ്യണം. ഓയിൽ നിന്ന് പിയിലേക്ക് 360 മീറ്ററും തിരിച്ച് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പിയിൽ നിന്ന് ക്യൂവിലേക്ക് 120 മീറ്ററുമാണ് ട്രാവൽ ചെയ്യുന്നത്. ആ ഒരു കേസ് നമുക്ക് എടുക്കാം. അപ്പോൾ ഓയിൽ നിന്ന് പിയിലേക്ക് ഉള്ള ഡിസ്റ്റൻസ് 360 മീറ്റർ, തിരിച്ച് പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള ഡിസ്റ്റൻസ് 120 മീറ്റർ. ഡിസ്റ്റൻസ് ട്രാവൽഡ് ടോട്ടൽ 480 മീറ്റർ എന്ന് വരും. അപ്പോൾ ഇവിടെ നമുക്ക് വെറുതെ ആഡ് ചെയ്താൽ മതി, കാരണം ഡിസ്റ്റൻസ് ട്രാവൽഡ് കൺസിഡർ ചെയ്യുമ്പോൾ അത് എപ്പോഴും പോസിറ്റീവായ ക്വാണ്ടിറ്റിയാണ്. ഡയറക്ഷനൊന്നും നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിനടുത്ത് ടോട്ടൽ ടൈം O to P ട്രാവൽ ചെയ്യാനുള്ള ടൈം 18ഉം പിയിൽ നിന്ന് ക്യൂവിലേക്ക് ട്രാവൽ ചെയ്യാനുള്ള ടൈം 6ഉം. സോ ദ ടോട്ടൽ ടൈം 18 + 6 24. ആവറേജ് സ്പീഡ് ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം, ദാറ്റ് ഈസ് 480 by 24 equal to 20 meter per second. ഇനി ഈ ജേർണിയുടെ തന്നെ, അതായത് ഓയിൽ ടു പി ദെൻ ബാക്ക് ടു ക്യൂ, ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റും വെലോസിറ്റി എന്താണെന്ന് നോക്കാം. ഈ കേസിൽ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആദ്യം ഓയിൽ നിന്ന് പിയിലേക്ക് 360 മീറ്റർ പോയി, അത് പോസിറ്റീവ് ഡയറക്ഷനാണ്. പിന്നീട് പിയിൽ നിന്ന് ക്യൂവിലേക്ക് ബാക്കിലേക്കാണ് വരിക, അത് ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അപ്പോൾ ആ കേസിൽ നമ്മൾ ഡിസ്പ്ലേസ്മെൻറ്റ് നെഗറ്റീവായിട്ട് എടുക്കണം. ഫോർവേഡ് ഡയറക്ഷനിൽ +360ഉം ബാക്ക്വേഡ് ഡയറക്ഷനിൽ -120ഉം വരും. സോ ദ ടോട്ടൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് 360 - 120, ദാറ്റ് ഈസ് 240 മീറ്റർ. പക്ഷെ ടോട്ടൽ ടൈമിൽ വ്യത്യാസമൊന്നുമില്ല. അത് ഓയിൽ നിന്ന് പിയിലേക്കുള്ള 18ഉം പിയിൽ നിന്ന് ക്യൂവിലേക്കുള്ള 6ഉം കൂടെ കൂട്ടി ടോട്ടൽ ടൈം 24 സെക്കൻഡ്സ് തന്നെയാണ്. ഇപ്പോൾ 24 സെക്കൻഡിന് ശേഷം ഒബ്ജക്റ്റിനുണ്ടായ ഡിസ്പ്ലേസ്മെൻ്റ് ആണ് 240 മീറ്റർ. ഈ കേസിൽ നമ്മൾ ആവറേജ് വെലോസിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് ബൈ ടൈം ചെയ്യുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് 240 മീറ്റർ
ടൈം ടേക്കൺ 24. So the average velocity of the object is 10 meter per second എന്നാണ് കിട്ടുക. ഇപ്പോൾ ഈ ആവറേജ് സ്പീഡും ആവറേജ് വെലോസിറ്റിയും കാൽക്കുലേറ്റ് ചെയ്യാനും ഡിസ്റ്റിങ്വിഷ് ചെയ്യാനും സഹായിക്കുന്ന ഈ പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കണം, ബുക്കിലേക്ക് എഴുതി പഠിക്കണം. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം പോസ് ചെയ്ത് നിർത്തിക്കൊണ്ട് ക്വസ്റ്റ്യൻ എഴുതി ഈ പ്രോബ്ലം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക. ടെക്സ്റ്റിലുള്ള ഒരു പ്രോബ്ലമാണ്, എക്സാമിന് ചോദിക്കാറൊക്കെ ഉണ്ട് ഇതുപോലത്തെ പ്രോബ്ലംസ്.